ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരള ടെസ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ സാൻഡ്വിച്ചാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് വളരെ എളുപ്പമാണ്. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബോൺലെസ് ആയിട്ടുള്ള 1/2 കിലോ ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് വേവിച്ച് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് മിക്സി പൊടിച്ച് എടുക്കണം. അങ്ങനെ എന്നിട്ട് അതിൻ്റെ കൂടെ കുറേ വെജിറ്റബിൾസും ചേർക്കണം. അപ്പോൾ വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്, മല്ലിയില എടുത്തിട്ടുണ്ട്, റെഡ് ഒനിയനാണ് ഇതിന് നല്ലത്, പിന്നെ ക്യാപ്സിക്കം ഏത് കളറിലെ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. ഞാനിവിടെ റെഡ് ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് കുറച്ച് മയോണൈസും കൂടെ ഇതിനകത്ത് ചേർക്കണം. മയോണൈസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മയോണൈസാണ്. അപ്പോൾ ഇത് അടുത്ത സ്റ്റെപ്പായിട്ട് ഇതിന് ഇറച്ചി വേവിക്കാൻ വെക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ബ്രെഡും എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് നിങ്ങൾക്ക് ടോസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ പച്ചയ്ക്ക് തന്നെയായിട്ടും എടുക്കാം. അപ്പോൾ ഇറച്ചി വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. കുരുമുളക് ഉപ്പും ഇട്ട് ഇത് വേവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ചിക്കൻ നല്ലോണം വേവിച്ച് എടുത്തിട്ടുണ്ട്. ഇതൊന്നും തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കണം. അപ്പം നമ്മൾ വെജിറ്റബിൾസ് എല്ലാം വളരെ ചെറുതായിട്ട് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇറച്ചി വേവിച്ചത്, ചിക്കൻ വേവിച്ചത് പൊടിച്ച് ഇനി ഇതിനകത്തോട്ട് ചേർക്കണം. അതിൻ്റെ കൂടെ മയോണൈസും ആവശ്യത്തിന് ഉപ്പും എല്ലാം ചേർത്ത് റെഡിയാക്കണം. നീരൂടെ പുളി ആവശ്യമുള്ളവർക്ക് കുറച്ച് നാരങ്ങ നീരൂടെ ചേർക്കാവേ. നേരത്തെ ഇത് പറയാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. അതിനകത്ത് കുറച്ച് മയോണൈസ് ഒഴിച്ച് മൊത്തം കൂടെ മിക്സ് ചെയ്യുക. ഉപ്പില്ലെങ്കിൽ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പ് കുറച്ച് ചേർത്തതായിരുന്നു, ഉപ്പില്ല, ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇത് പിള്ളേർക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാനും വീട്ടിലിരുന്ന് 4 മണിക്ക് കഴിക്കാനും ഒക്കെ നല്ലൊരു സ്നാക്കാണ്. ഒരു സാൻഡ്വിച്ചാണ്. എപ്പോഴും ഉണ്ടാക്കി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും ആവശ്യത്തിനനുസരിച്ച് ഈ കൂട്ടുണ്ടാക്കി വെച്ചിട്ട് ആവശ്യമനുസരിച്ച് എടുത്ത് കഴിക്കാം. ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 രീതിയിൽ നിങ്ങൾക്കിത് ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ ഇത് ബ്രെഡിലോട്ട് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള പിള്ളേർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളും കൂടി ഇതിനകത്ത് വേണമെങ്കിൽ ആഡ് ചെയ്യും. അപ്പം ഞാൻ ക്യാപ്സിക്കവും ഒനിയനും മല്ലിയിലയും ഇച്ചിരി പച്ചമുളകും മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾ പിള്ളേർക്കെല്ലാം ഇത് ഉണ്ടാക്കി കൊടുക്കണം. വെജിറ്റബിൾ ഒത്തിരി ചേരുന്നതുകൊണ്ട് ഇത് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും. നമ്മൾ വെജിറ്റബിൾ വേവിക്കുന്നൊന്നുമില്ലല്ലോ, പച്ചയ്ക്ക് തന്നെയാണ് ചേർത്തിരിക്കുന്നത്. ചെറുതായിട്ട് അരിയുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം താങ്ക് യു.